1100 കിലോമീറ്റർ ഓടിക്കാന്നുള്ള തീരുമാനമായിട്ടാ. ഒന്നും കാലട്ടാ, ഫുള്ള് ഫോഗ് ഇറങ്ങിയിരിക്കണ, ലോ വിസിബിലിറ്റി, നല്ല തണുപ്പാട്ടാ, രക്ഷയില്ല. ഇടയ്ക്ക് 2 വണ്ടികളൊക്കെ അവിടെ വരിന്ന് പോയിട്ട് ചെറിയൊരു ടൗണ് കണ്ടമ്മ. ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മള് ഇന്ന് കപ്പിത്താനായിട്ട് കയറി ചെല്ലണത്. അങ്ങനെ ഇന്നലെ ബ്രിഡ്ജൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചു. ലീൻചേട്ടൻ്റെ അടുത്ത് യാത്ര പറയാൻ മറന്നു. ലീൻചേട്ടനെ നിങ്ങളുടെ മുമ്പിൽ യാത്ര പറയാൻ മറന്നു. ഞങ്ങൾ ഇന്നലെ കുറേ സമയം നമ്മുടെ ബ്രിഡ്ജിൻ്റെ അവിടെ ഇരുന്ന് സംസാരിച്ച് ഞാൻ തിരിച്ച് നമ്മുടെ കൃഷ്ണേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. നമ്മൾ കാലിഫോർണിയ വിട്ടിട്ട് ഒറീഗൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണേട്ടൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ കപ്പിത്താനെ കൊണ്ട് നമുക്ക് വിടാം. കൃഷ്ണേട്ടാ നമ്മൾ പോവാണ്. ഇനി ഇല്ല, എന്തായാലും 4 ദിവസം 3 ദിവസമൊക്കെ ബുദ്ധിമുട്ടിച്ചതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും സന്തോഷം, നിങ്ങളുടെ മനസ്സറിഞ്ഞ് ട്രീറ്റ് ചെയ്തതൊക്കെ വളരെ സന്തോഷം. താങ്ക് യു. പെട്ടെന്നാ ചേച്ചി ഡ്യൂട്ടി പരിപാടികളിലേക്ക് ഇത്തിരി തിരക്കാണ്. എന്തായാലും കാണാം. പ്രാർത്ഥന ഓർത്തോളോ. നമുക്ക് പോവാം. നമ്മള് കൃഷ്ണന്റെ അവിടെ നിന്ന് ഇറങ്ങണ്ട. അപ്പൊ കൃഷ്ണ ഓക്കെ ബൈ. നമുക്ക് ഇന്ന് 1051 കിലോമീറ്ററാണ് ഡ്രൈവ് ഒറീഗണിലേക്ക് എത്താനായിട്ട്. എന്തായാലും വെച്ച് പിടിക്കാം, 1 സ്ട്രെച്ചിൽ അടിക്കണേടാ. നമ്മുടെ തൃശ്ശൂർ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേളാണെങ്കിൽ പോയിട്ട് വരാനുള്ള ദൂരം നമ്മൾ 1 സ്ട്രെച്ച് പിടിക്കടാ. റോഡ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ പോണ വഴിക്കൊക്കെ പാസുകളും സംഭവങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ചെയിൻ ഇടേണ്ട ഒരു ഐസ് ഉണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി കാണാം. എന്തായാലും രാത്രിയാവും നമ്മളിന്ന് എത്തുമ്പോൾ. രാവിലെ നമ്മൾ 7 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതില് 5:38 കാണിക്കുന്നുണ്ട്. നോക്കാം, എന്തായാലും നമുക്ക് നോക്കി കാണാൻ എന്നിട്ടുണ്ടാവാൻ പോണെന്ന്. എന്തായാലും കൃഷ്ണേട്ടനും ചേച്ചിയും പിങ്കി ചേച്ചിയും നമ്മളെ പൊന്നുപോലെ നോക്കിയിട്ടാ. അത് എടുത്തു പറയുന്ന സംഭവമാണ്. 4 ദിവസം നമ്മളെന്താ പറയാ, ഒരു സ്വർഗ്ഗലോകത്താന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു. ഈ കോഴിക്കോട് കണ്ണൂര് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മലപ്പുറം ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് വേറൊരു സ്നേഹമാണ്. അടിയിലേക്ക് വേറെ സ്നേഹം, മുകളിലേക്ക് വേറെ സ്നേഹം. പ്രത്യേകിച്ച് അവരുടെ ഭാഷ ഭയങ്കര സിൻസിയർ ഭാഷയാണ്. നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷകളൊന്നാണ് കണ്ണൂര്, പാലക്കാട്. അപ്പൊ അതില് കൃഷ്ണേട്ടൻ ഒരു കണ്ണൂരുകാരനായതുകൊണ്ടും ഭയങ്കര സിൻസിയർ ആയിരുന്നു പുള്ളി. എന്തായാലും നല്ലൊരു ദിവസങ്ങളായിരുന്നു അവരുടെ കൂടെ. നമ്മള് ഇനി വിടണം. നമുക്ക് ഇനി ഒരു 11 മണിക്കൂറോളം യാത്രയുണ്ട്. ഒറീഗൺ എന്നുള്ള സ്റ്റേറ്റിലെ പോർട്ട്ലൻഡ്, നമ്മൾ സിയാറ്റിൽ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഒറീഗൺ ടച്ച് ചെയ്തിട്ട് വേണം സിയാറ്റിലേക്ക് കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിൽ നോക്കി കാണാം. നമ്മൾ കാലിഫോർണിയ കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ 10ാമത്തെ സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് നമ്മുടെ സിയാറ്റില് വാഷിംഗ്ടൺ സ്റ്റേറ്റ്. സിയാറ്റിലേക്കാണ് ലക്ഷ്യം. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ഒറീഗണിൽ ഒരു ദിവസം 1.5 ദിവസമൊക്കെ ഉണ്ടാവും. എന്തായാലും ഈ മഴയത്തുള്ള യാത്ര, രാവിലെ തന്നെ നല്ല മഴയാണ്. മഴ പിടിച്ച് നമ്മൾ പോവാണ്. ഇന്നലെ ഉണ്ടല്ലോ കുറെ സമയം ഞങ്ങളവിടെ വർത്താനം പറഞ്ഞ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാനും ലിജിയേട്ടനും കുറെ നാളത്തെ ഒരു ബന്ധമാണ്. അപ്പോൾ ഞങ്ങൾ കഥകൾ പറഞ്ഞു, അടുത്ത യാത്രകൾ നടത്താൻ പറ്റി പറഞ്ഞു, അടുത്ത എക്സ്പെഡീഷനുകളൊക്കെ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് രാത്രി 10:10 അപ്പൊ അവിടുന്ന് പിന്നെ 1 മണിക്കൂർ യാത്രയാണ് തിരിച്ച് കൃഷ്ണന്റെ അവിടേക്ക് വരാനായിട്ട്. അപ്പൊ വീഡിയോന്റെ കേസൊക്കെ മറന്നുപോയി എന്ന് പറയില്ലേ, അതേപോലെ എന്തായാലും ലിജിന്റെ കൂടെ കുറെ സ്പെൻഡ് ചെയ്യാൻ പറ്റി നമുക്ക്. അപ്പൊ അതൊരു വലിയ സന്തോഷം. അപ്പൊ നമുക്ക് നേരെ വെച്ച് പിടിക്കാം. ഇനി 11 മണിക്കൂർ യാത്ര കേട്ടോ. നമ്മള് അങ്ങനെ ആദ്യം തന്നെ പെട്രോൾ അടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോ എന്താ വെച്ചാൽ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ കാലിഫോർണിയയില് വന്നിട്ട് ആദ്യമായിട്ടാ 399 നമുക്ക് 399 നമുക്ക് കിട്ടണം കേട്ടോ. സന്തോഷം ഉണ്ടല്ലോ. 4 രൂപയ്ക്ക് താഴെ ഒരു പെട്രോൾ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. ചേച്ചി ഇതാ ക്ലീൻ ആക്കണ്ട്. നമുക്കൊന്ന് ഗ്ലാസ് ഒക്കെ ക്ലീൻ ആക്കട്ടാ. $91 ഡീസൽ അടിച്ചപ്പോ ഉണ്ടാവണ ഒരു മാനസിക വികാരം ഉണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റുമോ മക്കളെ. നല്ല മഴ പെയ്യാട്ടാ. നമ്മുടെ വൈപ്പറെല്ലാം തെറിച്ചു പോയി കഴിഞ്ഞ ദിവസം. നമുക്ക് വെക്കാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത വാൾമാർട്ടിൽ എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് വൈപ്പറിന്റെ ബ്ലേഡ് മേടിച്ച് വെക്കണം. ഡ്രൈവർ സൈഡിന്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയാലും വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് അടുത്ത വാൾമാർട്ടോ അല്ലെങ്കിൽ മെയിൻ ടാർഗറ്റിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വൈപ്പർ ബ്ലേഡ് മേടിച്ച് വെക്കണം കേട്ടോ. ഫസ്റ്റ് മഴ എന്ന് പറഞ്ഞാട്ടല്ലോ, ചിന്തിക്കാൻ പറ്റാത്ത മഴ കേട്ടോ. പറഞ്ഞാ കൊടുത്തോ അപ്പോഴേക്കും വൈപ്പർ ബ്ലേഡ് താത്തി നമുക്കൊന്ന് കാര്യമാക്കാം. നല്ല തിരക്കാം. നമുക്കിവിടെ ഒരു എക്സിറ്റ് കാണാണ്ട്. എന്തായാലും വൈപ്പർ ബ്ലേഡ് മേടിക്കാണ്ട് നമുക്ക് ഇനി പുറത്തേക്ക് പോകണ്ട. നമുക്ക് ഇനിയും ദൂരം ഉണ്ട്. ഒരു 957 കിലോമീറ്റർ നമുക്ക് ഇനി റൈഡ് ഉണ്ട്. 957 കിലോമീറ്റർ തന്നെ കേട്ടാ. പണിയുണ്ട്.
എന്തായാലും നമുക്കൊരു വാൾമാർട്ടോ ഇവിടെ എന്തെങ്കിലും കാണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈപ്പർ ബ്ലേഡ് പിടിക്കാം. അത് ഇത്തിരി സ്വല്പം ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് പിടിക്കാം. നമുക്ക് വെൽക്കം ടു ഹിസ്റ്റോറിക് വുഡ്ലാൻഡ്, സിറ്റി ഓഫ് ട്രീസ് പറഞ്ഞു പിടിച്ച് ചെറിയ ചെറിയ ഹിസ്റ്ററിയിലേക്ക് കിടക്കണ്ട. നമ്മൾ ഇതൊരു വാൾമാർട്ട് ഇവിടെ എവിടെയോ കണ്ട പോലെ തോന്നി ഞാൻ. അപ്പം ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പിടിച്ചു നോക്കിയതാണ്. നമ്മൾ വാൾമാർട്ടിൽ നിന്ന് നമ്മുടെ വൈപ്പർ ബ്ലേഡ് പിടിച്ചുട്ടാ. അപ്പോൾ പോകുമ്പോൾ ഒരു നല്ലൊരു ഓഫറിന് നമ്മുടെ കാസിയോൻ്റെ ഒരു കിടിലൻ വാച്ച്, എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു മോഡൽ വാച്ച്, അതിനിത് 11 രൂപയ്ക്ക് ഓഫർ ഇട്ടിരിക്കുകയാടാ. 10 കൊല്ലം വാറണ്ടി, 1000 രൂപയ്ക്ക് നല്ല കിടിലൻ വാച്ച്. കാസിയോൻ്റെ ഒറിജിനലാട്ടോ, നമ്മുടെ ചൈനയല്ല, കാസിയോൻ്റെ ഒറിജിനൽ. നമുക്ക് വാച്ച് കിട്ടിക്കൊണ്ട് സമയം നോക്കാൻ ഇനി പ്രശ്നം വരാൻ പാടില്ല. നമുക്ക് ബ്ലേഡ് കൊടുത്തിട്ട് കൈയോടെ ഫിറ്റ് ചെയ്യട്ടാ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണ നമുക്കിനി 901 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇതിന് അടുത്ത രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകാനാ പറഞ്ഞ 878 കിലോമീറ്റർ നേരത്തെ മാത്രം. നോക്കിയ ഹൈവേ അതേപോലത്തെ ഹൈവേ ആണ്. നേരെ എന്ന് പറഞ്ഞാൽ ഈ ഹൈവേ മാത്രം വെച്ച് പിടിക്കുക, വേറെ ഡൈവേർട്ടൊന്നുമില്ല. നമ്മൾ വളഞ്ഞ് തിരിഞ്ഞൊന്നും പോകണ്ട. ഈ ഹൈവേ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ 878 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വളവും തിരിവുള്ളൂടാ. ചിന്തിക്കാൻ പറ്റുമോ? നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു രക്ഷയില്ലാട്ടാ. അമേരിക്കയുടെ ഹൃദയഭാഗങ്ങളിലൂടെ നമ്മുടെ യാത്ര. അങ്ങനെ മൂടി കെട്ടി നിൽക്കാട്ടാ. ഏതാണ്ട് ഭൂമി അവസാനിക്കാൻ പോവാന്നൊക്കെ പറയില്ല, അതേപോലെയുള്ള കാർമേഘന അടിയിലേക്ക് ഇറങ്ങി കയറി നിൽക്കണേട്ടാ. നല്ല മഴ വരുന്നുണ്ട്. അങ്ങോട്ട് മഴ തന്നെയാന്ന് തോന്നുന്നുണ്ട്. 2 ദിവസം നമ്മള് ഒന്ന് റെസ്റ്റ് എടുത്താലും സമാധാനം ഉണ്ട്. കലക്കം മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് മഴ ഉള്ള പോലെ അതേ ഫീലിങ്ങിലുണ്ടാ. നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ടെറൈനൊക്കെ മാറിയിട്ടുണ്ടല്ലോ. പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ റീഗനിൽ കയറുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇവിടെ മാത്രം കണ്ടുവരുന്ന റെഡ് വുഡ് നാഷണൽ പാർക്കും റെഡ് വുഡിന്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥയും ഈ സാഹചര്യത്തിൽ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. നിങ്ങൾ മലയുടെ മുകളിൽ കയറിയപ്പോൾ അവസ്ഥ കണ്ട, ഫുള്ള് മഴ പെയ്ത് അള്ളിപ്പിള്ളിയാണ് ശരിക്കും. എന്തായാലും വെച്ച് പിടിക്കുന്നത് നമ്മൾ റീഗനിലേക്ക്. എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോലും പറ്റില്ല മഴ പെയ്യണ കാരണം. ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് മല കയറി തുടങ്ങിയ കാരണം നമുക്കൊന്ന് നിർത്താൻ പറ്റില്ല. ഞാനാണെങ്കിൽ സ്വല്പം ടയേർഡാണ്. അപ്പോൾ ഇവിടെ റെസ്റ്റിംഗ് ഏരിയ ഒന്നും കാണാനില്ല. എന്തായാലും നല്ല മഴ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെച്ച് പിടിക്കണം കേട്ടോ. ചിന്തിക്കാൻ പറ്റാത്ത റേഞ്ചിലാണ് പോകണം നമ്മള്. ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലത്ത് ഇവിടെ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കണ. പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, പച്ചപ്പിന്റെ കപ്പാപ്പൻ ക്ലൈമറ്റ് നിങ്ങൾ ആലോചിക്കുക. ആ കോടൊക്കെ വന്നിറങ്ങിയിട്ടേ ഡ്രൈവിങ് ചെറിയ മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ വേറെ സുഖമാണല്ലോ. ആ സുഖം ശരിക്കും അനുഭവിച്ചോണ്ടിരിക്കട്ടാ. ഇപ്പൊ മഴ മാറി, മഴ കുറഞ്ഞപ്പോ മഞ്ഞ് മലമുകളിൽ ഇങ്ങനെ മഞ്ഞ് നിൽക്കട്ടാ. രസമുണ്ട്, ഒരു ചിൽഡ് വെർഷൻ. ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയില്ലേ, ചെറിയൊരു മൂഡിലേക്കില്ലട്ടാ. ആ മൂടുള്ള കളി ഫുള്ള് പൈൻ മരങ്ങൾ നിൽക്കണം. മലയുടെ മുകളിൽ പൈൻ മരങ്ങളും ഗ്രീനിഷ് മൂടിട്ട മൊത്തം. ഇടയ്ക്ക് പടയ്ക്ക് സാധനം വാൻ കല്ലക്ക് നീട്ടാ. ഇനിയുണ്ട് നിനക്ക് 650 കിലോമീറ്റർ കൂടി ഉണ്ട് വെച്ച് പിടിക്കണമെന്ന്. രാത്രിയോടുകൂടി എങ്ങനെയാണ് നമുക്ക് എത്തണട്ടോ. കോട ഇറങ്ങി വന്നിരിക്കട്ടാ. പ്രപഞ്ചത്തിലേക്ക് കോട ഇറങ്ങി വന്ന പോലെ കോട ഇറങ്ങിയ ട്രക്കുകൾ ഇങ്ങനെ പെരുമഴയായിട്ട് വേറെ വീട്ടില്ല. ട്രക്കുകളുടെ ഒരു ജീവിതം തന്നെയായിട്ട് ശരിക്കും. നമുക്ക് ഈ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മളിനി ട്രക്ക് ലൈഫുകൾക്ക് പതുക്കെ പോകുന്നുണ്ട്. അതായത് നമുക്ക് ഈ വാഷിംഗ്ടൺ DC പതുക്കെ ചെയ്ത് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ട്രക്ക് ലൈഫ് സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട്. റൈഡിന് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കില്ലേ, ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൂടെ, ആ ഒരു മൂഡ് ഈ ഒരു ടെറൈനിലേക്ക് വന്നപ്പോൾ കിട്ടുന്നുണ്ടാ. എന്തൊക്കെ ടെറൈൻ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കിയേക്കല്ലേ. അതും അധികം നാളൊന്നും ആയിട്ടില്ലേ, മിണ്ടുപിക്കും ടെറൈൻ മാറണ്. നമ്മൾ നിർത്താണ്ട് പഠിക്കണേ. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാ. നമുക്ക് ഏകദേശം 650, ഏകദേശം 700 മൈലാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ റൈഡ് വരുന്നത്. ഏകദേശം നമ്മൾ രാവിലെ പറഞ്ഞ 1100-1200 കിലോമീറ്റർ വെച്ച് പിടിക്കണം നമ്മള്. അപ്പൊ അത് കാരണം സ്റ്റോപ്പ് ഓവർ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കട്ടാ. ഇന്നത്തെ എപ്പിസോഡ് മൊത്തം റോഡ് ട്രിപ്പ് മൂടായിരിക്കട്ടാ. എന്തായാലും കാഴ്ചകളൊക്കെ നിങ്ങളും കണ്ടോ. ഞാനും ആ കാഴ്ച കണ്ട് ഇങ്ങനെ പിടിക്കണ്. അമേരിക്കട്ടാ എന്നടിച്ച് തീരാന്ന് വെച്ചിട്ടാ. 48 സ്റ്റേറ്റ് ഉണ്ടല്ലോ,
4 കൊല്ലം ഉണ്ടായാലും തീർക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മള് തീർക്കും, അത് വേറെ കാര്യം. നമ്മൾ വെച്ച് പിടിക്കണം എന്തായാലും. ഭയങ്കര കോട, നിങ്ങൾ കണ്ടാ രക്ഷയില്ലാട്ടാ. റൈറ്റ് സൈഡിലത്തെ മലയുടെ മുകളിൽ ഫുള്ള് കോട നിറഞ്ഞ് നിൽക്കാട്ടാ. നമ്മുടെ പഴനി അമ്പലം നിൽക്കണ പോലെട്ടാ, പഴനി മലയില്ലേ, പഴനി മല നിൽക്കണ പോലെട്ടാ. നോക്കിയേ, ഫുള്ള് കേറി കിടക്കട്ടാ കോട. നമുക്ക് ഇവിടെ കുറെ സ്ഥലങ്ങൾ അവിടെ ഇവിടെ കയറി എക്സ്പ്ലോർ ചെയ്യാണ്ട്. മഴ വീണാൽ നമുക്ക് വേറെ പിടിക്കണം നമ്മള് വൺ സ്ട്രെച്ചില്. നമുക്ക് ഇനി നമ്മൾ പോണോടത്തേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാ. എന്തായാലും കല്ലക്ക മലയുടെ മുകളിൽ ചെറുതായിട്ട് കൈസ് വീട്ടിക്കുള്ളത് വോൾക്കാനാണോ ഇത്? വോൾക്കാനെ പൊട്ടി തെറിച്ചേക്കണ പോലെ ഉണ്ടാ? ഇല്ലല്ല, വോൾക്കാനില്ല. ഭയങ്കര സംഭവം കലക്കനുണ്ട്. മഴ മാറിയപ്പോ ആ മരങ്ങളിലെ ഗ്രീനറി കയറി വന്നാണ്ട സ്ക്രീനില്. കലക്കി 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 ഇതാണ്ടപ്പോ നീ അലക്കട്ടാ, നിർത്തരിക്കട്ടാ. പോവാണ്ട് നമുക്കിനി 580 കിലോമീറ്റർ ഓടിക്കാണ്ട്. അങ്ങനെ കാലാവസ്ഥ മഴ മാറി ഒന്ന് സൂര്യൻ ഉദിച്ചമ്മ. എത്ര നേരമായെന്നറിയാം നമ്മള് ഈ കാഴ്ച കാണാനായിട്ട്. അങ്ങനെ പൈൻ മരങ്ങളും സംഭവങ്ങളും കഴിഞ്ഞിട്ടേ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇതവിടെ മൊട്ടക്കുന്നുകളായിട്ടാ. നമുക്കൊന്നും പിടുത്തം പോലും കിട്ടില്ല ഇവിടുത്തെ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഫീലിങ്ങിനാണ് അമേരിക്കയുടെ ഈ സംഭവത്തിൽ. പിന്നെ നമ്മൾ എത്ര നേരം കണ്ട കാഴ്ചകൾ എവിടെയാ? എത്ര നേരം നമ്മൾ കണ്ട കാഴ്ചയില്ലേ? അതേ ഇവിടെ അതിവിടെ ഒരു 5 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ ഈ മൂടായി. ഇനി ഒരു വളവ് തിരിപ്പിക്കില്ലേ, വീണ്ടും ഗ്രീനറിയാവും, പറയാൻ പറ്റില്ല. നമുക്ക് അതിന് മുമ്പ് ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. 2 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് ഒന്ന് മുമ്പുള്ളി നമുക്ക് ഫുൾ പവർ ആവാം. അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ഏരിയയിൽ 2 മിനിറ്റ് വണ്ടി നിർത്തി ഒന്ന് കാറ്റോളാം. നല്ല തണുപ്പുണ്ടെന്നുകൊണ്ട് പുറത്തിട്ടാ. ഇവിടെ നമ്മൾ മലയാള മുകളിലായ കാരണം ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് എക്സിറ്റ് അടിക്കാം. നമ്മൾ കണ്ടിന്യൂസ്ലി അടിക്കേട്ടാ സാധനപ്പാ. നിർത്തി അടിക്കട്ടെ നീ, കുറച്ച് നിർത്തി അടിക്കേണ്ട തെറ്റുന്നില്ല. ഇവിടെ എയർപോർട്ട് ഉണ്ടല്ലോ അല്ലേ, ചെറിയ സ്ട്രിപ്പ് എയർപോർട്ട് ഉണ്ട്. ഓരോ സംഭവങ്ങൾ ലോകത്തുള്ള അല്ലേ പണിന്റെ. അപ്പൊ ഇവിടെ റെസ്റ്റ് ഏരിയ നമുക്കൊന്ന് മുമ്പിൽ പോവാട്ടെ. നമുക്ക് സമാധാനം നമ്മുടെ കൂടെ അമ്മ. നൈസ് കാറ്റൊക്കെ ആണെന്നുകൊണ്ടിട്ട് കണ്ടിട്ട് നല്ല കിടില ക്ലൈമറ്റാ. എന്നിട്ടൊക്കെയായാലും കപ്പിത്താനം കൂടെ പാർക്ക് ചെയ്യാം. അമ്മേ, ഹാൻഡ് ബ്രേക്ക് കിട്ടും. അമ്മേ, ആഹാ, തണുപ്പ് തണുപ്പേ. അവിടെ കാർമേഘം പോണോക്കെ എന്ത് സ്പീഡിലാണ് പോണല്ലേ. ഭയങ്കര കാഴ്ചയായാലും അല്ലേ. മേഘങ്ങൾ ഇങ്ങനെ ഭൂമി അല്ലെങ്കിൽ ലോകം അവസാനിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് മേഘങ്ങൾ അടിയിലേക്ക് ഇറങ്ങി തന്നെ. അവിടെ മുകളിലത്തെ മഞ്ഞൊക്കെ പെയ്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഒറീഗൻ നോർത്തിലേക്ക് കിടക്കണം മക്കളെ. ചിന്തിക്കാൻ പറ്റുമോ? കള്ളക്കം വിഷയല്ലേ അത്. നല്ല നല്ല കാറ്റാട്ടാ. നമ്മൾ കാലിഫോർണിയയിൽ നിന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിത്താൻ. ശരിക്കും നമ്മൾ കാലിഫോർണിയയിൽ നിന്ന് ഒരു 10-50 മൈൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാലിഫോർണിയ വരും കേട്ടോ. നമ്മൾ എത്ര എപ്പിസോഡാ കാലിഫോർണിയയിൽ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ കാലിഫോർണിയ എന്നൊക്കെ വിട്ടിട്ട് നമ്മൾ ഒറീഗൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മൾ പതുക്കെ കിടക്കും. ഒരു റെസ്റ്റ് ഏരിയ കേട്ടോ. റെസ്റ്റ് നമുക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോകാം. നല്ല തണുപ്പായിട്ടാ. പെട്ടെന്ന് ആ തണുപ്പത്തേക്ക് കയറിയപ്പോഴേ ഒരു പെറയിലുണ്ട്. പച്ചക്കറിയാട്ടാ. വെള്ളം തുളച്ച് കളയില്ലേ? വെള്ളം തുളച്ച് കഴിഞ്ഞാൽ ക്ഷീണം പെട്ടെന്ന് കുറഞ്ഞ. നല്ല കാറ്റാടാ. അയ്യോ, മുഖത്തുളക്കായിരുന്നുണ്ടാ. നല്ല തണുപ്പ്. ഭയങ്കര ഒരു കാലാവസ്ഥയോടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ദൂരം എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ ഓടിക്കാണ്ടിട്ട് ഇനി നമ്മൾ ഒറീഗൻ തന്നെ വെച്ച് പിടിക്കാൻ വെച്ചാൽ ഇടയിൽ നമ്മൾ സ്റ്റോപ്പ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാളത്തെ കുറച്ച് പരിപാടികൾ ക്യാൻസലാവും. അത് കാരണം 1200 1100 ചില കിലോമീറ്റർ ഓടിക്കാന്നുള്ള തീരുമാനമായിട്ടാണ്. കപ്പിത്താൻ മുത്തുമണി പോലെ പോകുന്നുണ്ട് തമ്പരാ സഹിച്ച്. കപ്പിത്താൻ പവറാക്കിക്കോട്ടെ നീ. തണുപ്പൊക്കെ പറഞ്ഞേട്ടല്ലോ. കളിച്ച് ചിരിച്ച് തണുപ്പ് കൊണ്ട് പോയിട്ട് പെട്രോൾ കഴിയാറായി. ഏകദേശം എൻ്റെ മൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു 19 മീറ്ററിൽ അല്ല 19 കിലോമീറ്ററിൽ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. എന്തായാലും നമുക്ക് 2 മിനിറ്റ് ഇരുന്നിട്ട് പോവാല്ലേ. അമ്മിച്ചിമാരെ അപ്പാമാരൊക്കെ വണ്ടിയൊക്കെ നിർത്തി പട്ടീനൊക്കെ ഇറക്കി വിട്ടിരിക്കട്ടാ. അവർക്കും ഇല്ലേ മോഹങ്ങളല്ലേ, അതേപോലെയാണ് അവര്. എന്തായാലും നമുക്ക് വെച്ച് പിടിക്കട്ടാ.
കാറ്റേ ആ വിറയിൽ കാറ്റുണ്ടല്ലോ, വിറയിൽ വരെ ഞാൻ പെട്ടെന്ന് ഇത്ര തവണ നമുക്ക് അടിയിലുണ്ടാകുന്നില്ലല്ലോ. നമുക്ക് പോവാം. പെട്രോള് കിട്ടിയാൽ മതിയായിരുന്നു. അതപ്പോൾ ടെൻഷനായിട്ടാ. പെട്രോൾ എവിടെ നിന്നും അടിച്ച് കയറ്റണം. മിനിറ്റ് ഞാൻ $5 കേസ് ഒരു ഗാലിന്. ഇവിടെയൊക്കെ റേറ്റ് കൂടുതലാണ്. മലയാള മുകളിലായിരുന്നേ. നമ്മുടെ നടത്ത പോലെ തന്നെ ഒന്ന് മാറി കഴിഞ്ഞാൽ അപ്പം കൂട്ടാന്ന് പറയില്ല കേട്ടോ. അമേരിക്ക 2 കിലോ ഒരേപോലെ. അങ്ങനെ നമ്മള് ശരിക്കും റെസ്റ്റ് എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ ഒന്നുകൂടി എവിടെയെങ്കിലും പെട്രോൾ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ ഒരു കാപ്പി എടുക്കാം. കാപ്പി ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ നൈസൊരു സ്മൂത്തി ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാ. കഴിച്ചിട്ട് നമുക്ക് വിടാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി ഗൈസ്. 562 കിലോമീറ്റർ കേട്ടോ. ഇനി മലയൊക്കെ കയറി ഇറങ്ങാണ്ടിട്ട് നമുക്ക് മലകൾ. നമുക്ക് പെട്രോൾ എത്രയും പെട്ടെന്ന് ഒരു പെട്രോൾ അടിക്കുന്ന സെറ്റപ്പിലേക്ക് എത്തണം. ഭയങ്കര മോശം സിറ്റുവേഷൻ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ അടുത്ത് എവിടെയാണ് 2 മൈൽ ഈ റൂട്ട് കൂടെ റീറൂട്ട് ചെയ്ത് പോകണം. എന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും പെട്രോൾ കഴിഞ്ഞ് നിന്നാലേ പെട്ടുപൂട്ടാ. വേറെ ടെറൈനിലേക്ക് ഇതാവുന്നതാണ് നമ്മള്. അങ്ങനെ കപ്പിത്താൻ നോക്കി പമ്പിലെത്തിയിട്ടാ. ഇവിടെ 3.89 കേട്ടോ. ഒക്കെ കുടിച്ചോണ്ടിരിക്കണ്. നമ്മള് ഫുൾ ടാങ്ക് അടിക്കില്ല, ഒരു പകുതി അടിച്ചിട്ട് പോവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറീഗൻ കയറി കഴിഞ്ഞാൽ കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറീഗനിൽ സ്റ്റേറ്റിലേക്ക് കയറും. അപ്പോൾ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. ഫുള്ള് ഫോഗ് ഇറങ്ങിയിരിക്കണ. ലോ വിസിബിലിറ്റി, ടേൺ ഓൺ ലൈറ്റ്സ്. ലൈറ്റ് ഓൺ ആക്കാം നമുക്ക്. സൂര്യൻ ഉദിച്ച് വരുന്നു. ഒരു സൈഡിൽ ഫുള്ള് മഞ്ഞിട്ടാ. ഇതിന് ഒറീഗനിലേക്ക് കയറിയപ്പോ തന്നെ കളി മാറി. അപ്പുറത്തൊക്കെ ഐസ് വീണ് എടുക്കുന്നുണ്ട്. ചിലപ്പോ അതൊക്കെ പോട്ടെ. നല്ല മഴയും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൽക്കഹോളിക്ക് വെതറേണ്ടത് ശരിക്കും. ഇടയ്ക്ക് 2 വണ്ടികളൊക്കെ അവിടെ വരിന്ന് പോയിട്ട് ഈ മഴയത്ത് സ്കിഡായിട്ടാന്നുണ്ട്. വലിയ ട്രക്കുകളൊക്കെ ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. അത് കാരണം നമ്മൾ പതുക്കെ ഇറങ്ങി പോണേ. സെക്കൻഡിൽ ഇട്ട് നമ്മളുണ്ട് പതുക്കെ. വലിയൊരു പാസ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക, അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അടുത്തൊരു എക്സിറ്റ് എടുത്തിട്ടോ. വിശന്നിട്ടുണ്ടല്ലോ. രാവിലെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്മൂത്തി മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 3 മണിയായിപ്പോ നമുക്ക് സബ്വേയിൽ കയറിയിട്ട് നമ്മുടെ ഡയറ്റും കൂടി ഉള്ള കാരണം നമ്മള് മാക്ഡോണൾഡ്സ് പോലത്തെ ഒരു സാധനം ഇപ്പൊ കഴിക്കലില്ല. നമ്മള് ഈ പറക്ക് തീറ്റ ഉണ്ടാകുന്നല്ലോ, ആ തീറ്റൊക്കെ നമ്മൾ നിർത്തി. ഇപ്പൊ നമ്മളിനി ഒരു സബ്വേ വെജിറ്റബിൾ സലാഡ് നമുക്ക് മേടിച്ച് കഴിച്ച് അടുത്ത യാത്ര തുടങ്ങാം. ഇനിയും നമുക്ക് 474 കിലോമീറ്റർ കൂടിയും റണ്ണിങ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് വെച്ച് പിടിക്കാം. സബ്വേ ആകുമ്പോൾ ഇത്തിരി ഹെൽത്തി പരിപാടി കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ നമ്മുടെ സബ്വേയിലേക്ക് കയറാം. ചെറിയൊരു ടൗണ് കണ്ടമ്മ. വലിയൊരു മലമ്പ്രദേശത്തിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം നിൽക്കണമെന്ന് പറയുമ്പോൾ കേട്ടോ. ഈ ചെറിയൊരു പട്ടണം കേട്ടോ, അടിപൊളിയുണ്ട്. ഒരു കൗണ്ടിയിലൊക്കെ വന്ന് നിൽക്കാന്ന് പറയില്ല, അതേപോലത്തെ സ്ഥലം. ഇംഗ്ലീഷുകാരൻ കേട്ടാ മൊത്തം. ഇന്ത്യക്കാരെ സ്വഭാവത്തിൽ നമ്മൾ ഹോൺ അടിക്കില്ല. പോട്ടെ. സബ്വേ റൈറ്റില്ല. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യണ്ടേ? പാർക്ക് ചെയ്യുന്നുണ്ട്. പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കാണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മുന്നോട്ട് അടി നീങ്ങില്ല. നമുക്ക് നേരെ പോട്ടോ. ഒക്കെ എടുത്തു. നല്ല തണുപ്പാട്ടോ, രക്ഷയില്ല. കാലാവസ്ഥ രക്ഷയില്ല കേട്ടോ. ചെടികളൊക്കെ അതെ ഉണങ്ങി പെരണ്ടിരിക്കുക കേട്ടോ. സബ്വേ തന്നെ രക്ഷ കേട്ടോ. നല്ല കാറ്റാട്ടോ. 11 AM നമ്മൾ ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമ്മളൊന്നും കഴിച്ചാൽ ഷോക്ക് കിട്ടി. നിൻ്റെ ഷോക്കൊക്കെ ആരും കാണാമല്ലോ. ഹലോ, can I get salad box? Yeah. We can mix with tuna. Tuna? Yeah. We can put more tuna. നമ്മുടെ നാഷണൽ പാർക്കിൻ്റെ കാർഡ്. അപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കേട്ടോ. 11:33. അവിടെ കൂടുതലാണല്ലോ. ഇറ്റ്സ് ഫൈൻ. ഞാൻ കുറച്ച് പേപ്പർ തരാൻ പറഞ്ഞപ്പോഴേ അവൻ വിചാരിച്ചു പെപ്പറാന്ന്. എന്തായാലും നന്നായി. Can I get some tissue? Tissues will be over there. Okay, perfect. Okay. Thank you. Yeah. 11 രൂപ കേട്ടോ. നമ്മൾ വിചാരിച്ചേക്കാളും റേറ്റ് ആയിട്ടോ. സാധാരണ ഇതൊരു 6 കേസാ. നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാവും ഇനി യാത്ര. ഹെൽത്തി ഫുഡ് ആകുമ്പോഴേ ഇപ്പോൾ റേറ്റ് കൂടുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഹെൽത്തി കുറവുമ്പോൾ നമുക്ക് മാക്ഡോണൾഡ്സ് കയറി കഴിഞ്ഞാൽ 4 രൂപയ്ക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടും. എന്തായാലും നല്ല തണുപ്പുണ്ട്. ഒപ്പം ചെറുതായിട്ടൊന്ന് വെയിൽ ഉദിച്ചു കേട്ടോ. ഫുഡ് കാണുമ്പോൾ വയറ് കത്തണ ഇത്തിരി കൂടുമല്ലോ. വിശന്നിട്ടുണ്ടല്ലോ. രക്ഷയില്ല കേട്ടോ. ഇടയ്ക്ക് സീറ്റ് ബാക്കിലേക്ക് ഇറക്കിയിട്ടിട്ട്
നിൻ്റെ കളി തുടങ്ങിക്കോട്ടോ. അതിന് മുകളിൽ ഞാൻ 2 ചീസ് ഇടാൻ പറഞ്ഞു. എനിക്ക് അത് കാരണം എന്ന് പറഞ്ഞാൽ റേറ്റ് കാണുമ്പോൾ തന്നെ പിടിക്കില്ല നമുക്ക്. നല്ല വെജിറ്റബിളും ചീസും മുട്ടയും. എനിക്ക് വേണത് ഒരു മുട്ട എന്തൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മുട്ട ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചീസ് വേണോ വെച്ചപ്പോൾ ചീസ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞേ. അത് കാരണം കൊണ്ട് ഈ റേറ്റിലേക്ക് പോയി കേട്ടോ. ഹെൽത്തി ആവട്ടെ ഫുഡ്. അത് ഇത്തിരി പോണ സാധനമാണ്. അത് കളയാതെ തന്നെ പാ. കുറച്ച് ചൂണയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ ചൂണ നന്നായിട്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ടിടാന്ന് പറയുമ്പോഴേ ഒരു പൈസയും കൂട്ടിയിട്ടൊന്നുകൊണ്ട് ഇഷ്ടമാണ്. എല്ലാം നന്നായിട്ട് കൂട്ടിയിട്ടാന്ന് പറയുമ്പോൾ ഒരു റേറ്റ് മേടിക്കാറുള്ളൂ. ഇവന് ഓരോന്നിട്ടുണ്ടെങ്കിൽ ഓരോ റേറ്റ് മേടിച്ചതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. ഹെൽത്തിന് വേണ്ടി ഒരു 2 രൂപ നോക്കിയിട്ടേ ഹെൽത്തില്ലാവാതിരിക്കണ്ട. കമോണ്ടറാ ഒരു ലഞ്ച് കഴിക്കണം. നമ്മളത് $11. നാട്ടിൽ ഒരു 1000 രൂപയ്ക്കാണ്. നാട്ടിൽ 1000 രൂപ എന്തോ കഴിക്കാല്ലേ. പറഞ്ഞിട്ട് അല്ലേ നമ്മൾ അമേരിക്കയിലേക്ക് പോയി അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ ഫുഡൊക്കെ അടിച്ച് തിരിച്ചു പോകട്ടാ. ഇനിയും സമയമുണ്ട്. ഇനി 472 കിലോമീറ്റർ കൂടി പിടിക്കണടാ. അങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ നിന്നാ വരുന്നു. മഴ പെയ്യുമ്പോഴാ പ്രശ്നം. മഴ പെയ്യാണ്ട് കിട്ടണം നമുക്ക്. എന്തായാലും വെച്ച് പിടിക്കാം. സ്റ്റോപ്സ് ഇങ്ങനെ നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ വിട്ടു പോവാണ്. നല്ല സീനിക് റൂട്ടിലുള്ള ഒരു ഡ്രൈവിങ് തന്നെയാടാ. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുക്കിംഗ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഒരു ഏരിയ നമുക്ക് റോഡ് മാർഗം നമുക്ക് ഇങ്ങനെ ക്രോസിംഗ് ആണ് കൂടുതൽ. നമുക്ക് 48 സ്റ്റേറ്റ് ഒരിക്കലും ഒരു സ്റ്റേറ്റിൽ 10 ദിവസം 20 ദിവസമൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. 2 കൊല്ലം കഴിഞ്ഞാലും ഈ പരിപാടി തീരില്ലേ, നമ്മുടെ ഈ റോഡ് ട്രിപ്പ് തീരില്ല. അപ്പോൾ നമ്മൾ ഇനിയുള്ള ടെറൈൻ കൂടുതലും സ്ട്രെച്ച് ഫുള്ള് റോഡ് ട്രിപ്പിലൂടെ കവർ ചെയ്ത് പോകാനാണ് ഉദ്ദേശം നമ്മളുള്ളത്. അതിനിടയ്ക്ക് നമ്മൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് നമ്മൾ കവർ ചെയ്യും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും. ബാക്കിയൊക്കെ നമ്മൾ കുക്കിങ്ങും സംഭവങ്ങളും വെച്ച് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ വെറൈറ്റി കണ്ടന്റുകളൊക്കെ എടുത്ത് നേരെ റോഡ് ട്രിപ്പിലൂടെ വെച്ച് സ്ട്രെച്ച് പിടിക്കണ. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കാഗോ വരെ എത്താനാണ് നമ്മുടെ അടുത്ത ഒരു ലാപ്പ് പിടിക്കാനായിട്ടുള്ള പരിപാടി. സിയാറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്കിയുള്ള വയോമിങ് അങ്ങനെ ആ സ്ഥലത്തുള്ള നോർത്ത് ഡെക്കോട്ട, സൗത്ത് ഡെക്കോട്ട അങ്ങനെ ആ ഭാഗത്തുള്ള എല്ലാ സ്റ്റേറ്റുകളും അടിച്ച് നമ്മൾ നമ്മുടെ ഈ അമേരിക്കൻ ട്രിപ്പിന്റെ ഏകദേശം ഒരു 60% ഫിനിഷ് ചെയ്ത് ചിക്കാഗോയിലുള്ള നിർത്താനാണ് നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞ് ചിക്കാഗോയിൽ നമ്മൾ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്ത് റെസ്റ്റ് ഒക്കെ എടുത്ത് 1-2 റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ലാസ്റ്റ് ലാപ്പിലേക്ക് കിടക്കും. ലാസ്റ്റ് ലാപ്പിലാണ് നമ്മുടെ നയാഗറ ഫോൾസ്, അതേപോലെ തന്നെ ന്യൂയോർക്ക്, സ്വപ്നനഗരി ന്യൂയോർക്ക്, ഫിലാഡൽഫിയ, ജോർജിയ, ഫ്ലോറിഡ. ലാസ്റ്റ് ലാപ്പ് ഒരു വേറെ ലെവലിലായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയധികം ആൾക്കാർ വിളിച്ചിട്ടുള്ള കാരണം നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതൊരു ലാപ്പ് തന്നെ ആയിരിക്കും. നമ്മുടെ ഈ 48 സ്റ്റേറ്റ് വണ്ടി ഓടിച്ച് പോണ റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ലാപ്പോടെ ശരിക്കും നമുക്ക് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ അത്ഭുതങ്ങൾ, മലയാളികൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും കണ്ടന്റുകളും നമുക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നാള് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ലാസ് വേഗാസ് ആയാലും ലോസ് ആഞ്ചലസ് ആയാലും പ്രകൃതിയുടെ മൂഡിലായാലും പരമാവധി എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കാലിഫോർണിയയിലൊക്കെ നമ്മൾ എന്തോരം എപ്പിസോഡ് ചെയ്തെന്ന് പറയും. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് വെറുത്താണ്. ഈ യാത്രയിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു പോർഷൻ നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം മാക്സിമം നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വിട്ടു പോവാണ്. എന്തായാലും 48 സ്റ്റേറ്റ് നമ്മൾ അതിൻ്റെ പ്രൗഢോടുകൂടെ അടിച്ച് തീർക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പാൻ അമേരിക്കൻ യാത്രയ്ക്ക് തുറക്കാനായിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും നമ്മളിപ്പോൾ പോണത് നമ്മുടെ തൃശ്ശൂരുകാരൻ ചേട്ടൻ്റെ അടുത്താണ്. പുള്ളിക്കാരി ഇന്റർലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ വന്നത് മുതൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വിസ കിട്ടിയത് മുതലുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും മുറികളിൽ വരുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ഒരുപാട് മലയാളികൾ ഇവിടെയും വർക്ക് ചെയ്യേണ്ട IT മേഖലയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അരുൺ ചേട്ടൻ്റെ വീട്ടിലേക്ക്, അരുൺ എന്നാണ് ചേട്ടൻ്റെ പേര്, അരുൺ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കപ്പിത്താനായിട്ട് കയറി ചെല്ലണത്. അവിടെ നിന്ന് നമ്മൾ കുറേ കുക്കിംഗ് വീഡിയോസും വെറൈറ്റി വീഡിയോസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പരിപാടി. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. വിഷ്വൽ ട്രീറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വിഷ്വലും കണ്ടന്റ് ട്രീറ്റുകളൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് എത്താനുള്ള കേട്ടോ. ഒരുപാട് വാലികളിലുള്ളിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണ. ഈ വാലികൾ മൊത്തം ഈ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുക. ഇവിടെ മഴയില്ലാത്ത കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ടാ. നല്ല വിഷ്വൽസ് ആണ്, ഗ്രീൻ വിഷ്വൽസ് ആണ്. കുറെ നാൾക്ക് ശേഷം ഒത്തിരി ഗ്രീനറൊക്കെ നമ്മൾ അടുപ്പിച്ച് കാണാട്ടാ. എന്തായാലും വെച്ച് പിടിക്കാം നമുക്ക്. നല്ല തിരക്കാ. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കുകാര് കാറ്റർക്കങ്ങളായാലേ ട്രക്കുകാരൊക്കെ ഇങ്ങനെ ലൈൻ പിടിച്ച് പോണ്. നമ്മൾ ലൈൻ പിടിച്ച് പോകണ്ട. മലകൾ കയറണത് അറിയില്ല. നമ്മള് എന്താ പറയാ, ആറുവരിപ്പാതയോടെ പോണ കാരണം മലകൾ കയറണതും ഇറങ്ങണതും ഒന്നും അറിയില്ല. ആ സീനിക് വ്യൂ കൊണ്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രൈവിങ്ങിന്റെ രസം ആസ്വദിച്ചുകൊണ്ടിരിക്കടാ. ട്രക്കുകാര് പാവങ്ങൾ ഇങ്ങനെ പതുക്കെ കയറി വരാ. നല്ല കയറ്റങ്ങളാണേ. നമ്മളെ കുതിരാനൊക്കെ കയറി വരുന്ന ഒരു ഫീലിങ് മാത്രമല്ലോ, വേറെ കാര്യം. സെക്സ്റ്റൺ
പാസ്. ആദ്യമായിട്ട് കേട്ടിട്ട് സെക്സ്റ്റൺ നമ്മുടെ വേൾഡ് അല്ലേ അലക്കലക്ക സാധനമാ. ഫുൾ വാലികളാട്ടോ. നോക്കിയാ ഒരു വാലി കഴിഞ്ഞു, അടുത്ത വാലിയിലേക്ക് കയറണം നമ്മള്. അക്കാടും മാമലയൊന്നും നമ്മുടെതല്ലൻ മകനേ, ഈ കായൽ കയവും കരയും ആരുടേതുമല്ലൻ മകനേ. നമ്മള് നോർവേയിലൊക്കെ യാത്ര ചെയ്തില്ലേ, ആ ഒരു ടച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. യൂറോപ്യൻ സഞ്ചാരത്തിന്റെ ഒരു മൂഡ് ഇവിടെ വന്നു തുടങ്ങി. ഓരോ ടെറയിലും ഓരോ വികാരങ്ങളും നമ്മളെ തേടിയെത്തണടാ. ഇവിടെ ഫുള്ള് നമ്മൾ വെച്ചാൽ പുകയായിരിക്കും, പക്ഷെ ഫുള്ള് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിയിലേക്ക് കോട ഇറങ്ങി കയറി നിൽക്കണം. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈവ് ഇട്ടാ. നിർത്തി പോകാൻ അതിന് നേരം ഉണ്ടാവുള്ളൂ. നിർത്താൻ പറ്റില്ല ഈ റൂട്ടിൽ, എന്നാലും നിർത്തി പോകാന്ന് വെച്ചാൽ അതിന് നേരം ഉണ്ടാവുള്ളൂടാ. നമ്മള് യൂറോപ്പിലൊക്കെ ഈ ടെറയിൽ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മള് നോർവേയിൽ, എനിക്ക് നോർവേയാണ് ആദ്യം ഓർമ്മ വരുന്നത്. വലിയ റൂട്ടല്ല നോർവേയില്, എന്നാലും റോഡ് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നോർവേ ടച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാ. നിങ്ങൾക്കുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോളൂ. എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇനി ഒരു 3-3.5 മണിക്കൂർ കൂടി യാത്രയുണ്ട്. രാത്രി 7-8 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തണം. നല്ലൊരു ഡിന്നർ കഴിക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കണേ. നമുക്ക് നോക്കി കാണാം നമുക്ക് വല്ല സ്പെഷ്യൽ ഒരുക്കണോ. നമുക്ക് 2 മിനിറ്റ് കിടന്ന് ഉറങ്ങാം. ഇത്തിരി നേരം വൈകിയാലും സേഫായിട്ട് വണ്ടി ഓടിക്കണതാണ് നല്ലത് എനിക്ക് തോന്നുന്നു. ഇവിടെ റോഡിൽ വണ്ടി ഒതുക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം, വേണ്ട അത്രയ്ക്ക് ആയിട്ടില്ല. എന്നാലും ഒരു പമ്പ് സംഭവങ്ങളൊക്കെ പറ്റട്ടോ. രാവിലെ നമ്മൾ 7:15 ഇറങ്ങിയതല്ല, ഇപ്പൊ സമയം ഉച്ചരിച്ച് 4:30. നമ്മൾ ആ കൂടിയിട്ട് ആ ഫുഡ് അടിക്കാൻ നിർത്തി, പിന്നെ 2 പ്രാവശ്യം പെട്രോൾ അടിക്കാൻ നിർത്തി. അത് നിർത്തിയിട്ടുള്ള പിന്നെ കണ്ടിന്യൂസ് ഡ്രൈവിംഗ് അല്ലേ. ഉറക്കം വന്നു തുടങ്ങി, ഒരു ക്ഷീണമുണ്ട്. അപ്പൊ ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് പോകാൻ നമുക്ക് ബുദ്ധി. അപ്പൊ നമ്മള് റെസ്റ്റിംഗ് ഏരിയയിലേക്ക് പതുക്കെ വണ്ടി ഒന്ന് ഒതുക്കിട്ടാ. നമുക്കിവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പോവാട്ടാ. റെസ്റ്റ് ഏരിയയിലേക്ക് വണ്ടി ഒതുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒതുക്കാം. അവിടെ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ മേടിക്കാം. ക്യാബിൻ ക്രീക്ക് റെസ്റ്റ് ഏരിയ ടാ. പറഞ്ഞ 2 മിനിറ്റ് ഉറങ്ങണ, 2 മിനിറ്റ് ഉറങ്ങിയിട്ട് പോലെ ഉറങ്ങാം, അത് ബുദ്ധി. നല്ല മഴയാട്ടാ, 2 മിനിറ്റ് ഒന്ന് എടുക്കാം. ഉറങ്ങിക്കഴിഞ്ഞ് എനിക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, വേറെ തന്നെയാട്ടോ. അപ്പൊ ഒന്ന് ഇറങ്ങി ഫ്രഷ് ആവണ്ടേ. ഇവിടെ മറ്റുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടാ. 15 മിനിറ്റ് നല്ല ഉറക്കട്ടോ. സമാധാനം ഉറങ്ങിയിട്ട് ഇവിടെ ആൾക്കാരുടെ ഡോഗ് വാക്കിങ്ങിനും സംഭവങ്ങളൊക്കെ നടന്നു കൊണ്ടിട്ടാ. നല്ല തണുപ്പും നല്ല നൈസ് ക്ലൈമറ്റും എല്ലാം കൂടി വരുമ്പോൾ പക്കണ്. 2 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിടാം. നമ്മളെ എത്ര വിട്ടു പോയാലും നമ്മുടെ ആ വണ്ടി ഒരു നോട്ടം നമുക്ക് എപ്പോഴും വേണേ. കാരണം വെച്ചാൽ വണ്ടിയിലാണ് നമ്മളെല്ലാ സാമ്രാജ്യം ഉള്ളത്. എന്തെങ്കിലും ഒരു പൊട്ടിക്കൽ ചീറ്റിലേക്ക് ഉണ്ടായാലേ സാധനങ്ങളൊക്കെ മൊത്തം പോയി. അപ്പോൾ നമുക്ക് പതുക്കെ പിടിക്കാം. കാലും കൈയൊക്കെ ഒന്ന് കുടഞ്ഞ്. പിന്നെ 6 മോനെ മുത്ത 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചേക്കാൻ. റെസ്റ്റ് ചെയ്തോ. 300 കിലോമീറ്റർ നമ്മുടെ യാത്ര. 300 സോറി 263 കിലോമീറ്റർ. 2.35 അവറുള്ളോ സംഭവം പറഞ്ഞു പിടിച്ച്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ തക്കിട്ട് പൊട്ടേ വണ്ടി ഓടിച്ചില്ല. 1200 കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്യാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയ്ക്കും ലോങ് സ്ട്രെച്ച് പിടിക്കണേട്ടാ. അത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊപ്പം തന്നെ ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചിരിക്കുന്ന കാരണം വലിയ കുഴപ്പമില്ല. നമ്മുടെ ഡെത്ത് വാലി സെക്കോയെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര റിലാക്സ്ഡ് മൂഡായി. ശരിക്കും പറഞ്ഞ സാൻ ഫ്രാൻസിസ്കോ നമ്മൾ വെറുതെ ഇരിക്കുകയെന്ന് പറയുന്നത് വെറുതെ ഇരിക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ പുതിയൊരാൾ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലത്തെ ഒരാൾ മെമ്പറിനെ കാണാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അരുൺചേട്ടനും ഫാമിലിയൊക്കെ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്ത് എവിടെ പോയാലും നമുക്കെല്ലാം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ പോലെയുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എല്ലാം ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വൈഡ് ആയിട്ടുള്ള കണ്ടന്റുകളും അല്ലെങ്കിൽ രാജ്യങ്ങളിലൊക്കെ പോയി വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാനുണ്ടാ. ഒറിഗൺ സിറ്റിക്ക് ഇനി 2 മൈലുള്ളൂടാ. ഒറിഗൺ സിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ പോണേ. വീണ്ടും 30 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. നമ്മള് ഇവിടെ തറയപ്പോ വീണ്ടും മഴ തുടങ്ങിട്ടാ. നൈസ് മഴ തുടങ്ങി. ഇന്ന് എന്തോരം സ്ഥലത്ത് നമുക്ക് നല്ല മഴ കിട്ടിയട്ടാ. രാവിലെ നമ്മൾ 1200 1175 കണ്ടത് 3 കിലോമീറ്റർ കാണുമ്പോ സന്തോഷം ഉണ്ടല്ലോ. അത് വേറെ തന്നെയാട്ടാ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണ്. നമ്മൾ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. വിശന്നിട്ട് കൊട്ടൽമാല പുറത്തേക്ക് ചാടാന്നുള്ള ലൈനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കൂടി നമ്മൾ ആ സലാഡ് മാത്രം ഒന്ന് കഴിച്ചിട്ടുള്ളേ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്. നല്ല
നല്ല മഴ കേട്ടോ, രക്ഷയില്ല. കല്ല് പെയ്യണ പോലെ മഴ പെയ്യണ, കല്ല് പെയ്യാന്ന് വിചാരിക്കും നമ്മുടെ ലാസ്റ്റ് ലാപ്പായിട്ടാ. ഏകദേശം അരുഞ്ചേട്ടൻ്റെ സ്ട്രീറ്റിലേക്ക് പതുക്കെ അങ്ങോട്ട് കയറുന്നുണ്ട്. ഓ പെട്ടെന്നൊരു ഹോംലി മൂഡിലേക്ക് കടന്നുല്ലേ. Turn right onto Northeast Ernest Street, then turn left onto Northeast 57th Avenue. മഴ കേട്ടാ. ഏകദേശം നമ്മള് അടുത്തുണ്ട്. 607 വീട് നമ്പർ കേട്ടാ. തന്നെ വീട് 607 തെറ്റിട്ടില്ലേ. ഹലോ നമസ്കാരം. ക്ലാങ്ങുള്ള സൗണ്ടാണല്ലോ ആദ്യം കേൾക്കണേ. വെൽക്കം. ഫോട്ടോയിൽ കാണുമ്പോ ഇത്തിരി പ്രായം ഉണ്ടാന്നിട്ടാ, ഇത്തിരി ചെറുപ്പായി. മോന്റെ പേര് എന്നിട്ടാ? പേര് പറയടാ. ജോൺ. ചേച്ചിയുടെ പേര് അഞ്ജു. പിടിക്കില്ല നമുക്ക്. ഭീകരനായിരുന്നല്ലോ ഫോണിൽ, ഇപ്പൊ ഒരു സിമ്പിൾ ആണല്ലോ. നീ ചേട്ടൻ ഇന്ത്യയില്ലേട്ടാ. അപ്പൊ കുളിയും ചപ്പൊക്കെ കഴിഞ്ഞ് നമ്മള് ഫ്രഷായി. ഇപ്പൊ ചേച്ചിയുടെ സ്പെഷ്യല് ബീഫും കായും, തൃശ്ശൂർ സ്റ്റൈല് ബീഫും കായും വെച്ചിട്ടുണ്ട്. പിന്നെ സാൽമൺ മീൻ കറി വെച്ചിട്ടാ, ക്യാബേജ്. പിന്നെ നമ്മുടെ കുത്തരി ചോറ്. പക്ഷെ ചോറ് നമ്മൾ ഇത്തിരി അവോയ്ഡ് ചെയ്ത കാരണം ബാക്കിയുള്ള തീർത്തോളാം, പേടിക്കണ്ട. എത്ര നാളായി അമേരിക്ക വന്നിട്ട്? ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 2009 വന്നതാണ്. പഠിക്കാനായിട്ട് വന്ന ആളാണ്. മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നതാണ്, എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ്. ലോസ് ആഞ്ചലസിൽ വന്നു, അവിടെ 2 കൊല്ലം പഠിച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് പഠിക്കാൻ ഇപ്പോഴും വരാൻ സാധ്യതയുണ്ടല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. പക്ഷെ മലയാളികൾ കുറവാണ് പൊതുവെ. ലോസ് ആഞ്ചലസിൽ ഞാൻ USC-ലാണ് പഠിച്ചിട്ടുള്ളത്, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ. അവിടെ മലയാളികൾ പൊതുവെ കുറവാണ്. പക്ഷെ ഡൽഹി, ബോംബെ, ബാംഗ്ലൂര് ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യണേ? ഞാനിപ്പോ ഇന്റലില്. ഞാൻ പഠിപ്പ് കഴിഞ്ഞ് പിന്നെ ഇന്റലിൽ കയറി. പിന്നെ ആൽബക്കർക്ക്, ന്യൂ മെക്സിക്കോ, അരിസോണ, ഈ സൈഡൊക്കെ അരിച്ച് വർക്കുണ്ട്. കാലിഫോർണിയ. ചേച്ചി വർക്ക് ചെയ്യണ്ട? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും അച്ഛനും കപ്പേരും ഇന്ത്യയിൽ തന്നെയാണ്. അടിപൊളി. അപ്പൊ ഇവിടേക്ക് മാറിയിട്ട് എത്ര നാളായി? 2017 ഇവിടെ വന്നു, ഓറിഗണിൽ വന്നു. അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം. നമ്മളെ ഫാമിലി ഇങ്ങനെയുള്ള നമ്മൾ കൂടെ എത്തി. നമുക്ക് ഓരോന്ന് ഒരു പണി തുടങ്ങാൻ നമ്മുടെ അല്ലേ. ഈ കളറില് ഞാൻ മറ്റേ ഇവിടെ വാൾമാർട്ടിൽ ഇരിക്കുന്നുണ്ട്, ഈ കളറില് ക്യാബേജ്. അതായത് മീൻകറി കണ്ടിട്ട് ഒരു സ്വല്പം ചോറിനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കണില്ല. പക്ഷെ ഇല്ല, കുറച്ച് കഴിക്കാം. ചേച്ചി ചോറുണ്ടാക്കി വെച്ചാൽ നമ്മൾ കഴിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പൊ നമ്മൾ സ്വല്പം ചോറും മീൻകറിയും കൂടി ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ പ്ലാനറ്റിൽ തന്നെ ഏറ്റവും വലിയ സെക്കോയ മരം നമ്മൾ കാണട്ടോ. BC കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള മരം നമ്മൾ കാണട്ടോ. California's giant sequoias can live for thousands of years. Last year, giant forest was killed. Wildfires, 3,000 acres.